പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ പഠിക്കുക, നല്ലത് കേൾക്കുക, ഉലമായിൽ നിന്ന് അറിവ് കേൾക്കുക, ഉപദേശങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കേസറ്റുകൾ നമ്മൾ വെക്കാറുണ്ട്, മൊബൈൽ ഫോണിൽ വാത് വെക്കാറുണ്ട്. ഒരു വിഷയം പറയട്ടെ, നന്നായി ശ്രദ്ധിച്ച് കേൾക്കുമെങ്കിൽ മാത്രം അത് വെക്കണം. ഇടയിൽ സംസാരങ്ങൾ കലരുന്നുവെങ്കിൽ അത് വെക്കരുത്. വേറെ പല സംസാരങ്ങളിലേക്കും ശ്രദ്ധിക്കുന്നുവെങ്കിൽ വെക്കരുത്. ചിലര് വാത് ഓണാക്കും, സ്വലാത്തും വൃദ്ധയും ഓണാക്കും, ഉറക്കം വരാൻ വേണ്ടി. അങ്ങനെ ചെയ്യരുത്. എത്ര കടന്നിട്ട് ഉറക്കം പറ്റില്ല. അപ്പൊ ലാസ്റ്റ് പരിപാടിയാണ് ഒരു വാത് കേൾക്കും. ആ വാതിൽ എന്തെങ്കിലും ഒന്ന് ഇവൻ ചിന്തിക്കുമെന്ന് ഇരിച്ച് മറ്റേ ആള് വേഗം അവന്റെ കാതിന് തണുപ്പ് കൊടുത്ത് ഉറക്കിപ്പിക്കും. അങ്ങനെ ഓന്റെ അടുത്തുകൂടി പോകുമ്പോ പിന്നെ ഖബറും മഹ്ശറും പറയണം. ആ ഖബറിനോടും മഹ്ശറിനോടും ഇവന്റെ പ്രതികരണം എങ്ങനെ? കൂർക്കം വലിയ. അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കല്ല ചെയ്യുന്നത്, അതിനോട് എതിർക്കുന്നത്. അങ്ങനെ ഒരു കാത് എന്തിനാ? ഉപദേശം ശ്രദ്ധിച്ചു കേൾക്കാൻ. ഒരു ഉപദേശം ശ്രദ്ധിച്ചു കേട്ടാൽ തന്നെ പക്ഷെ ജീവിതം മൊത്തം നന്നാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങാനുള്ള കാരണം ഒരു യാചകന്റെ വാള് ശരിക്കും കൽബിൽ വന്നിട്ടില്ല. ഒരു പാവപ്പെട്ട ഫക്കീറായ മനുഷ്യൻ. ഇബ്രാഹിം നബി കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഒരു മരച്ചുവട്ടിലുള്ള ഒരു പാവം മനുഷ്യനൊരു മുണ്ടി വിരിച്ചു പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി ചിന്തിച്ചു, പടച്ചോനെ, അയാളും നിന്റെ സൃഷ്ടിയാണ്, ഞാനും നിന്റെ സൃഷ്ടികൾപ്പെട്ടൊരു മനുഷ്യനാണ്, അയാളും നിന്റെ സൃഷ്ടികൾപ്പെട്ടൊരു മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ബേജാറില്ല, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അയാളത് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നത്. ഞാൻ ഇവിടെ അല്ലേ വന്നു, എന്നിട്ട് എനിക്ക് എന്തെല്ലാം പോരായ്മകൾ. അയാൾക്കൊരു പോരായ്മയില്ലല്ലോ, ഒരു വിഷമമില്ലല്ലോ. അയാൾ മുണ്ടി വിരിക്കുന്നു, അയാൾ ഉറങ്ങുന്നു, ഭക്ഷണപ്പൊതി അയക്കുന്നു, വിശക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം അയാൾ അപ്പുറത്തുപുറത്ത് കുടിച്ച് ശേഖരിക്കുന്നു, നിസ്കരിക്കാൻ ഏതെങ്കിലും സ്ഥലം കണ്ടെത്തുമ്പോൾ അയാൾ നിസ്കരിക്കും. എന്തൊരു ഉഷാറാണ്. എനിക്കൊന്നും മതിയാകുന്നില്ലല്ലോ. അദ്ദേഹത്തെ വിളിച്ചു കൊട്ടാരത്തിൽ നിന്ന്. രാജാവ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രാജാവ് വിളിക്കുന്നു എന്ന് കേട്ടാൽ തന്നെ യാചകന്മാർ പേടിച്ചാ പോകുക. ഒരു പക്ഷെ ശിക്ഷിക്കാനാണെങ്കിലും. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹുവിനെ അടുത്തേക്ക് വിളിച്ചു ചോദിക്കണം, അല്ല, നിങ്ങൾ എങ്ങനെ ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്? അപ്പൊ ആ യാചകൻ പറഞ്ഞു, ഇത്രമാത്രം മതിയല്ലോ ഈ ജീവിതത്തിന്. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹുവിന്റെ മനസ്സിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു ആ വാക്കുകൾ. ഈ ചുരുങ്ങിയ ജീവിതത്തിന് ഇത് മതിയല്ലോ. എനിക്ക് ആശ്രയമായി കുടുംബങ്ങൾ എന്റെ പിന്നിലില്ല. ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വീട് വെച്ചു കൊടുക്കൽ ബാധ്യതയാണ്, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കൽ ബാധ്യതയാണ്. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ അല്ലാഹുവിന് ഇബാദത്ത് കൊടുക്കും. ഭക്ഷണം ആരെങ്കിലും തന്നാൽ ഭക്ഷിക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ ജോലി എടുത്ത് അധ്വാനിക്കും. വലിയ വിശപ്പ് തോന്നിയാൽ കിട്ടിയ വേതനം കൊണ്ട് കുറച്ച് കാരക്കയും ഭക്ഷണമൊക്കെ വാങ്ങും, വെള്ളം കുടിക്കും. അത് തീർന്നിട്ടേ ഇനി അടുത്ത ജോലിക്ക് പോകൂ, ഇബാദത്ത് ചെയ്യും. ഏതെങ്കിലും മരച്ചുവട്ടിൽ കാറ്റ് കൊള്ളുന്ന സ്ഥലത്ത് മുണ്ടി വിരിച്ച് കിടന്നുറങ്ങും. ഇത് മതിയല്ലോ. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, എനിക്കും അത് മതിയല്ലോ. എന്റെ കുടുംബത്തിന് ഇവിടെ ഏക്കറക്കണക്കിന് സ്വത്തുകളുണ്ട്. ഞാൻ അവരെ കൊണ്ടുള്ള സുഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കത് വിട്ടുകൊടുത്തു പോവുകയാണ്. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വൈതംതുൽ ഖിയാല ലികൈ അറാക. അല്ലാഹുവേ, എന്നെ ആശ്രയിച്ച് കഴിയുന്നവരെ ഞാൻ അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ വീതിച്ചു കൊടുത്ത് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. നിന്റെ പൊരുത്തം കിട്ടാൻ ഞാനിതാ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്റെ ഭാര്യ സന്താനങ്ങളെ അനാഥകളാക്കിയത്, ഞാൻ കുടുംബനാഥനാണ്. ജീവിക്കാൻ അവർക്ക് വേണ്ട വകുപ്പുകൾ ആയുഷ്കാലത്തേക്ക് മാത്രം മതിയാകുന്ന സ്വത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് നീ തന്ന സ്വത്ത് തന്നെയാണ് ഞാനത് അവർക്ക് വീതിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഇറങ്ങി പോരുന്നത് ലികൈ അറാക, നിന്നെ കാണാൻ വേണ്ടിയാ. അപ്പൊ ആ യാചകനെ കണ്ടപ്പോഴാണ് മനസ്സിലേക്ക് ഓർമ്മ വന്നത്, ആ യാചകനിൽ എനിക്കൊരു പാഠമുണ്ട്. യാചകന്റെ ഉപദേശം കേട്ടപ്പോ മനസ്സിലെത്തി ചിന്തിക്കുന്നു,
ആ ഉപദേശത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു. ഏത് വാത് കേൾക്കുമ്പോഴും മനസ്സിരുത്തി ചിന്തിക്കണം, സ്വന്തത്തിലേക്ക് വിലയിരുത്തണം. ബുദ്ധിമാന്മാരുടെ ഉപദേശങ്ങൾ നന്നായി ശ്രവിക്കണം. സത്യവാന്മാരായ ആളുകളെ അനുകരിക്കണം, പണ്ഡിതന്മാരെ സ്വീകരിക്കണം, ഉലമായിനെ സ്വീകരിക്കണം. അവരിൽ ഉയർന്ന സ്ഥാനമുള്ളവരാണ് സ്വഹാബിമാര്. അവരാണല്ലോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠയായ പണ്ഡിതന്മാര് സ്വഹാബിമാരാണ്. അവരെ സ്വീകരിക്കണം. താബികളെയും താബികളെയും സ്വീകരിക്കണം. ഉലമായിനെ മൊത്തം സ്വീകരിക്കണം. അതിനാണ് അല്ലാഹു തആല കാത് തന്നത്. ഇത് കാതിന്റെ നന്ദിയാണ്. വറദ്ദി അഖ്വാലി അഹ്ലിൽ ബിദ്അത്തി വൽ ഹവാ. വിദഗ്ധകാര വർത്തമാനം നീ കാതുകൊണ്ട് കേൾക്കരുത്, അത് പുച്ഛിച്ച് നീ തള്ളണം. എവിടെയെങ്കിലും കൊടികുത്തി ഏതെങ്കിലും വിദഗ്ധകാരൻ വന്നാൽ എന്താണോ അവന് പറയുന്നത് എന്ന് ഞാനൊന്ന് കേട്ടോട്ടെ, കേട്ടിട്ട് ഞാനൊന്ന് ഗണ്ണിച്ചോട്ടെ എന്ന ധൃതിയിൽ നീ പോയിരുന്നിട്ട് അവൻ പറയുന്ന എന്തെങ്കിലും പിശാച് നിനക്ക് സൗന്ദര്യമാക്കി തന്നാൽ നീ അതിൽ കുടുങ്ങിപ്പോകും. നിന്റെ അടുക്കൽ ഗണ്ണിക്കാനുള്ള തെളിവൊന്നും ഉണ്ടാകൂല. അപ്പൊ പെട്ടുപോകാൻ പാടില്ല. അതേ വൽഹവാ, തോന്നിവാസം ചെയ്യുന്ന ആളുകളെ വാക്കുകളും കേൾക്കാനല്ല അല്ലാഹു കാത് തന്നത്. ഉമ്മമാരെ, പെങ്ങന്മാരെ, ദയവ് ചെയ്തിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മ്യൂസിക്കിന്റെ കൊട്ടിക്കലാശം കേൾക്കുമ്പോഴേക്ക്, ഒരു പോസ്റ്റർ കാണുമ്പോഴേക്ക് ഇറങ്ങി പുറപ്പെട്ടുകൂടാ. അല്ലാഹു കാത് തന്നത് കേൾക്കാനല്ല. കേൾക്കാൻ പാടില്ലാത്ത ഒന്നും കാതുകൊണ്ട് കേൾക്കരുത്. കാരണം അത് ശരീരത്തിന്റെ സ്വഭാവങ്ങളെ മൊത്തം മാറ്റിക്കളയും. അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിക്ക് എതിരാണ് കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത് കേൾക്കുന്നത്. അങ്ങനെ നമ്മുടെ കാതുകൾക്ക് അള്ളാഹു സീല് വെച്ചിട്ട് കേൾവി കുറഞ്ഞു പോയാൽ ആര് തിരിച്ചു തരും? അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കേൾവി അല്ലാഹു പിടിച്ചെടുത്താൽ, നിങ്ങളെ കാഴ്ച അല്ലാഹു വലിച്ചെടുത്താൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിഹി, അത് കൊണ്ടുതരുന്ന ഇലാഹ് അല്ലാഹു അല്ലാതെ ആരുണ്ട്? ആരാ നിങ്ങൾക്കത് കൊണ്ടുതരാനുള്ളത്? ആരുമില്ലല്ലോ. അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു അനാവശ്യങ്ങളുടെ കുട്ടിക്കലാശങ്ങൾ നടക്കുന്നതിലേക്കും നമ്മൾ പോയിരുന്ന് കേട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളെ കാതിന്റെ സൗന്ദര്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എന്തെങ്കിലും അങ്ങനത്തെ സംഗതികൾ നടക്കുമ്പോ പരിസരത്തുകൂടെ വാഹനം ഓടിച്ചു പോവുകയാണെങ്കിലും മൈൻഡ് ചെയ്യാതെ പോകുന്നത്, കേൾക്കാതെ പോകുന്നതാണ് ശരിക്കുള്ള മാന്യത. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു ഒരു ദിവസം, ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമാ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇന്ന് രാവിലെ നേരം പുലർന്നത് നല്ല ബഹുമാനമുള്ള വ്യക്തിയായിട്ടാണ്. എന്തെങ്ങനെ പറഞ്ഞു നടക്കുന്നത്? തലേന്ന് അനാവശ്യങ്ങൾ സംസാരിക്കുന്ന, കേൾക്കാൻ പാടില്ലാത്ത ശബ്ദങ്ങളും ഗീതങ്ങളും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന, വിനോദങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിലൂടെ നടന്നുപോയപ്പോ ഒരു മിനിറ്റ് പോലും നോക്കി നിൽക്കാതെ സ്പീഡിൽ അങ്ങ് അതിനെപ്പറ്റി പറഞ്ഞതാ, ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമ. ഒരു പോസ്റ്റർ കണ്ടാൽ മതി, അപ്പോഴേക്ക് നമ്മുടെ ഈമാൻ പോയി പോകാം. എന്താ നമ്മുടെ ഹാൽ എന്ന് ആലോചിച്ചു. ഒരു ഒച്ചപ്പാട് കേട്ടാൽ നമ്മൾ അവിടേക്ക് പോവുക. ഇവിടെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, കേൾവി ഗീബത്ത് കേൾക്കാനുള്ളതല്ല, നമീമത്ത് കേൾക്കാനുള്ളതല്ല, ഫിത്നയും ഫസാദും കേൾക്കാനുള്ളതല്ല. നേരത്തെ ഓതിയ ഇമാം ഇസ്മായിൽ ഹത്തിൽ ബറൂസ തങ്ങളുടെ തഫ്സീറിൽ നിന്ന് ഞാൻ വായിച്ച ഇൽമ് കേൾക്കാൻ, ഉപദേശം കേൾക്കാൻ, ബുദ്ധിമതികളുടെ നല്ല കണ്ടുപിടുത്തങ്ങൾ അവർ പറയും അത് കേൾക്കാൻ, സത്യസന്ധന്മാരായ ആളുകളെ അനുകരിക്കാൻ വേണ്ടി പ്രഭാഷണങ്ങൾ കേൾക്കാൻ. അതേ ബിദ്അത്തുകാരുടെ വാക്കുകൾ പുച്ഛിച്ചു തള്ളാൻ, അത് കേൾക്കാനല്ല അല്ലാഹു കാത് തന്നത്. വൽഹവാ,
ഇച്ഛാനുസരണം കാര്യങ്ങൾ ചെയ്യുന്നവർ മതത്തിന്റെ നിയമങ്ങൾ അവർ പരിഗണിക്കുന്നില്ല. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരിക്കലും ഹറാമായ ഒരു വിഷയം കേൾക്കുന്നതിന് നമ്മൾ തടിച്ചുകൂടാൻ പാടില്ല. അതെത്ര ചെറിയ വിനോദമാണെങ്കിലും വലിയ വിനോദമാണെങ്കിലും ഏത് മേൽവിലാസത്തിൽ വരുന്ന ആഘോഷങ്ങളാണെങ്കിലും ഞാൻ എന്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് പറയട്ടെ, കാതിന് ഒരു നന്ദി കൊടുക്കേണ്ടതുണ്ട്. അത് തന്നവൻ നമ്മുടെ ബാപ്പയല്ല, നമ്മുടെ ഉമ്മയല്ല. കേൾവി ശക്തി തന്നവൻ അല്ലാഹുവാൻ. ആ കേൾവി തന്നത് നന്ദി ചെയ്യാനാണ്. ആ നന്ദിക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. അള്ളാഹു പ്രവർത്തിക്കേണ്ട തലങ്ങളെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കേണ്ട ഒരു സന്ദർഭവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അത്തരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ മഹാന്മാര് എത്ര വെറുപ്പോടെയാണ് കണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ കൂഫ നഗരത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു കുടിലിന്റെ ഉള്ളിൽ വെച്ച് നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. അതേ, അന്നത്തെ ഏറ്റവും ശ്രദ്ധേയനായ, ഏറ്റവും അറിയപ്പെട്ട ഗാനഗന്ധർവനായ സാദാൻ എന്ന പേരുള്ള ചെറുപ്പക്കാരൻ നല്ല പാട്ട് പാടുന്നുണ്ട്. ആ സാദാന്റെ പാട്ട് കേൾക്കുമ്പോ ആരും ഒരു മിനിറ്റ് അവിടെ നിന്നു പോകും. അത്രക്ക് ശ്രവണ സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയാണ്. സാദാന് പാട്ടുപാടി രസിപ്പിക്കുന്നത് ആരെയാണെന്നറിയോ? കുടിയന്മാരെയാണ്, മദ്യപാനികളെയാണ്. പാട്ടുപാടി രസിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, കയ്യിൽ കുറെ മുട്ടാനുള്ള വടികളുണ്ട്, ചെത്തിക്കൂർപ്പിച്ച് മിനുക്കി ഉണ്ടാക്കിയ വടികൾ. അതുകൊണ്ട് ചെണ്ടക്കും മറ്റും മുട്ടിയിട്ട് ശബ്ദകോശമുണ്ടാക്കി സാധാരണ ഇങ്ങനെ പാട്ടുപാടി അവരെ ത്രസിപ്പിക്കുമ്പോ സാധാരണാണ് പാടുന്നത് എന്ന് ബോധ്യമുള്ള മഹാൻ മുന്നിലൂടെ നടന്നു പോകുമ്പോ തിങ്ങിക്കൂടി നിൽക്കുന്ന ജനങ്ങളോട് ചോദിക്കുന്നു, ആരാണ് പാട്ട് പാടുന്നത്? പുറത്തുള്ളവര് പറഞ്ഞു, സാധാരണ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മാ അഹ്സന ഹാദ സൗത്, എന്തൊരു നല്ല ശബ്ദമാണല്ലേ അത്. ഖുർആൻ ഓത്തിനാണ് ആ ശബ്ദം ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ആ ശബ്ദത്തിന് എത്രമാത്രം സൗന്ദര്യം ഉണ്ടാകുമായിരുന്നു. ചുറ്റുഭാഗത്തും ഉള്ളവരെ ഖുർആനാണ് കേൾപ്പിച്ചിരുന്നെങ്കിൽ മടുപ്പില്ലാത്ത ശബ്ദവീചികൾ ഖുർആനല്ലേ. ഖുർആനിന്റെ അത്ര മനുഷ്യന്റെ മനസ്സിലേക്ക് തറച്ചു കയറുന്ന ഏതെങ്കിലും ശ്രവണമുണ്ടോ, ഏതെങ്കിലും ശ്രുതിയുണ്ടോ ലോകത്ത്? പാട്ട് ഒന്നോ രണ്ടോ കഴിഞ്ഞാൽ അത് മടുത്തു പോകും. മൂന്നാമത്തത് കഴിഞ്ഞാൽ അത് കുറെ കേട്ടതാന്ന് പറയും. അതേ സമയത്ത് എത്ര കാലമായി ഖുർആൻ കേൾക്കുന്നത്, മടുപ്പ് വരുന്നില്ലല്ലോ. അത് ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. ആ സൗന്ദര്യം മറ്റേതിനാണ് ലോകത്തുള്ളത്? മറ്റൊന്നിനുമില്ല. ഈ പാട്ടുപാടി രസിപ്പിക്കുന്ന ആളുകളെ പറ്റി, സാധാരണ പറ്റി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് കടന്നുപോയപ്പോ സാധാരണ തോന്നി, പുറത്ത് ആരോ എന്നെ പറ്റി എന്തോന്ന് സംസാരിച്ചിട്ടുണ്ട്. സാധാരണ പുറത്ത് വന്ന് ചോദിച്ചു, ആരാണ്? ആരുമല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ശബ്ദം കൊണ്ട് ഈ പാട്ട് പാടി വരെ രസിപ്പിക്കുന്നതിന് പകരം ഖുർആൻ ഓതാണെങ്കിൽ എത്ര ഖൈറായിരുന്നു, എത്ര നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ മഹാൻ. ഞാൻ നിർത്തി, ഉള്ളിലേക്ക് കയറി. ആ വടികൾ മുഴുവനും മുട്ടിൻകാൽമേൽ വെച്ച് പൊട്ടി 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 തരിപ്പണമാക്കി വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ ഓടുന്നു. പിന്നെ ചരിത്രത്തിൽ ഒരിക്കലും സാധാരണ പാട്ടുപാടിയിട്ടില്ല. അറേബ്യയിലെ അറിയപ്പെട്ട കവിയായ ലബീദിനെ കേട്ടിട്ടില്ലേ? ആ ലബീദിന്റെ സ്വഭാവവും അങ്ങനെയാണ്. പാട്ട് കേൾക്കാൻ എത്രയോ ആളുകൾ ലബീദിന്റെ കൂടെ ഉണ്ടാകുമായി.